4 മണിക്ക് ഉണ്ടാക്കാൻ പറ്റും നല്ല സിമ്പിൾ സ്നാക്സിൻ്റെ റെസിപ്പിയാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. നല്ല മധുരമുള്ള സോഫ്റ്റ് ഇലയടയും കൂടെ സ്പൈസി ആയിട്ട് മുട്ടയപ്പവും. അപ്പം നമുക്ക് റെസിപ്പിയിലേക്ക് കടന്നാലോ. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും 4 മണി പലഹാരമായിട്ടും ഒക്കെ ഇലയട ഉണ്ടാക്കാറുണ്ട്. അതിൻ്റെ സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പിയാണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്യുന്നത്. ആദ്യം തന്നെ നമുക്ക് ശർക്കരപ്പാനി റെഡിയാക്കാം. 2 ശർക്കര 1.5 കപ്പോളം വെള്ളം ചേർത്ത് നമുക്ക് മെൽറ്റ് ചെയ്തെടുക്കാം. ഈ ശർക്കര മുഴുവനായി മെൽട്ടായി വരണം. ഒരു 10 മിനിറ്റൊക്കെ വേണ്ടി വരുള്ളൂ ശർക്കരപ്പാനി റെഡിയാക്കാൻ. ചൂടാറിയതിന് ശേഷം ഇതൊന്ന് അരിച്ചെടുക്കുക. ശേഷം ഇതിലേക്ക് 2 മുറി തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. തേങ്ങ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഓരോ നാട്ടിലും പല രീതിയിലുള്ള ഫില്ലിംഗ് ഉണ്ടാക്കുകയാണ്. എനിക്കൊന്ന് ഈ ഒരു ഫില്ലിംഗ് ആയിരിക്കും ഏറ്റവും സ്വീറ്റ് ആയിട്ടുള്ളത്. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് അടുപ്പിൽ ലോ ഫ്ലെയിമിൽ വെച്ച് ഇതിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കണം. വെള്ളം വറ്റി വരാൻ ഒത്തിരി ടൈം എടുക്കും. ലോങ് വീഡിയോ ആകുന്നതുകൊണ്ട് തന്നെ ഞാൻ പല ഭാഗങ്ങളും കട്ട് ചെയ്തിട്ടാട്ടോ ഇടുന്നത്. ഈ ഒരു രീതിയിലാകുമ്പോൾ അതായത് ഒരു 3/4 ഭാഗം വെള്ളമൊക്കെ വറ്റി തുടങ്ങിയാൽ ഇതിലേക്ക് ജീരകപ്പൊടിയും പിന്നെ ഏലക്കാപ്പൊടിയും ചേർത്ത് കൊടുക്കാം. കറക്റ്റ് മെഷർമെൻറ്റ് എന്ന് പറയുമ്പോൾ ഒരു 1/4 ടീസ്പൂണിനേക്കാൾ കുറവാണ് വേണ്ടത്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഏലക്കാപ്പൊടിയും ജീരകപ്പൊടിയും ഇലയിടക്ക് നല്ല ഫ്ലേവർ കൊടുക്കും. വെള്ളം കംപ്ലീറ്റ് ആയിട്ട് വറ്റിക്കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്യാം. ശർക്കര ഫില്ലിംഗ് ഇവിടെ റെഡിയാണ്. ഇത് കുറച്ചധികം ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാനും പറ്റും. പെട്ടെന്നൊന്നും മോശമാവില്ല. ഇലയടയോ അല്ലെങ്കിൽ അവിലൊക്കെ ആക്കുന്ന സമയത്ത് ശർക്കരയൊക്കെ വെച്ച് കുട്ടികൾക്ക് കൊടുക്കാം. ഇനി നമുക്ക് മാവ് റെഡിയാക്കാം. അരിപ്പൊടിയിൽ ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നല്ല ചൂട് വെള്ളം, തിളപ്പിച്ചെടുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കുക. ചൂടോടെ തന്നെ ഒഴിച്ചു കൊടുക്കുക. ഇങ്ങനെ കുറച്ചായിട്ട് ഒഴിച്ചതിന് ശേഷം മാവ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നല്ല ചൂടുള്ളതുകൊണ്ട് തന്നെ സ്പൂൺ വെച്ചിട്ടാണ് ഞാൻ ഇവിടെ മിക്സ് ചെയ്യുന്നത്. ഇങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷം ഇത് മാറ്റി വെക്കുക. ചൂട് ആറിയതിന് ശേഷം നമുക്ക് കൈ വെച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ചൂടൊക്കെ ആറിയിട്ടുണ്ട്. ഇനി കൈ വെച്ച് കുഴച്ചിട്ട് നന്നായിട്ടൊന്ന് മയപ്പെടുത്തിയെടുക്കുക. ദേ ഈ ഒരു പരുവത്തിലാക്കിയെടുക്കുക. അതേ അപ്പം മാവൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇങ്ങനെ ഓരോ ബോളാക്കി വെക്കുക. അതിന് ശേഷം ഇലയിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കാം. കൈ വെച്ചിട്ട് തന്നെ ഇങ്ങനെ നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. നല്ല റൗണ്ട് ഷേപ്പിൽ കിട്ടും. അതേപോലെ നല്ലോണം തിക്കാവാനും പാടില്ല, തീരെ നേർത്തതും ആവാൻ പാടില്ല. ഇതുപോലെ ഈ ഒരു സൈസിൽ കിട്ടും. അപ്പോൾ അടയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ശർക്കരേൻ്റെ ഫില്ലിങ് ചേർത്ത് കൊടുക്കാം. ചിലർക്ക് ഒരുപാട് ഫില്ലിങ് വെക്കുന്ന ഇഷ്ടമല്ല, വളരെ കുറച്ച് മാത്രമായിരിക്കും വേണ്ട. അപ്പോൾ അതിങ്ങനെ നോക്കിയിട്ട് ഒരാൾക്ക് ആപ്റ്റായിട്ടുള്ള രീതിയിൽ ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ എല്ലാ ഭാഗവും നന്നായിട്ടൊന്ന് അമർത്തി കൊടുക്കാം. നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തെടുക്കാനുള്ളതാണ്. ഒന്നുകിൽ ഓരോ ഇലയുടെയും ഓരോ ഇലേൻ്റെ ഉള്ളിലാക്കിയിട്ട് വെച്ച് കൊടുക്കുക, അല്ലെങ്കിൽ ഒരു ഇല വിരിച്ചിട്ട് അതിൻ്റെ അകത്ത് എല്ലാ ഇലയുടെയും വെച്ച് കൊടുക്കാം കേട്ടോ. അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ ഞാൻ ഇങ്ങനെയാട്ടോ വെച്ചിട്ടുള്ളത്. ഇത് നമുക്ക് സ്റ്റീം ചെയ്തെടുക്കാനുള്ളതാണ്. അപ്പം ഒരു സ്റ്റീമറിലേക്ക് ഇത് മാറ്റി കൊടുക്കാം. സ്റ്റീമറിൽ ഇലയുടെ വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്ക് ഈ ഇലയുടെയൊക്കെ ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഒട്ടുമിക്ക പേർക്കും ഇഷ്ടമുള്ളൊരു ഐറ്റമാണ് ഇലയട. മാത്രമല്ല നല്ല മധുരം ഉള്ളതുകൊണ്ട് കുട്ടികൾക്ക് പെട്ടെന്ന് ഇഷ്ടാവുകയും ചെയ്യും. ഉണ്ടാക്കാനും വളരെ എളുപ്പമാണ്. കുട്ടികൾക്ക് സ്നാക്കൊക്കെ ചോദിക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് ഇത് ഉണ്ടാക്കി കൊടുക്കാമല്ലോ. ഇനി നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തെടുക്കുക. അറൗണ്ട് ഒരു 15 മിനിറ്റോളം വേണ്ടി വരും. അപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞ് നമ്മുടെ ഇലയട റെഡി ആയിട്ടുണ്ട്. ഇതിങ്ങനെ തുറക്കുമ്പോൾ ഉണ്ടല്ലോ വായിലെൻ്റെയും അടേൻ്റെ ഒക്കെ മിക്സ് ആയിട്ടുള്ള നല്ലൊരു സ്മെല്ല് വരും. ഞാനിത് സൂം ചെയ്ത് കാണിക്കുന്നത് കേട്ടോ. ചൂടാറിയതിന് ശേഷം നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാം. ഈ മഴയത്ത് ഇത് ഉണ്ടാക്കി നല്ല ചൂടോടെ കഴിക്കാൻ അടിപൊളി ഐറ്റാണ്. നിങ്ങൾ ഇലയട ഇങ്ങനെ തന്നെയാണോ ഉണ്ടാക്കാറ്? ഇനി അല്ലെങ്കിൽ ഈ ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. നല്ല സോഫ്റ്റ് ഇലയട കിട്ടും. എന്താ പറയുക, വായിലിട്ടാൽ അലിഞ്ഞു പോകും എന്നൊക്കെ പറയില്ലേ. ട്രൈ ചെയ്ത് ഫീഡ്ബാക്സ് കമൻസിലൂടെ അറിയിക്കണേ. ഇലയടേൻ്റെ കൂടെ നമ്മൾ മുട്ട വെച്ചിട്ടൊരു ഈവനിങ് സ്നാക്ക് കൂടി തയ്യാറാക്കുന്നുണ്ട്. എന്താ ഇതിനെ പറയാം, മുട്ടയപ്പം എന്നൊക്കെ നമുക്ക് തൽക്കാലം പേരിടാം. വളരെ സിമ്പിളായിട്ടുള്ളൊരു സ്നാക്ക് ആയിട്ടാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള റെസിപ്പി നോക്കാം. ഇതിൻ്റെ മെയിൻ ഐറ്റമായ എഗ്ഗ് ഞാനിവിടെ ബോയിൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ 2 എഗ്ഗാണ് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ തൊലി കളഞ്ഞെടുക്കാം. ഒരു മുട്ട 4 പാർട്ടായിട്ട് കട്ട് ചെയ്യാം. അപ്പോൾ 2 മുട്ട എന്ന് പറയുമ്പോൾ നമുക്കിവിടെ 8 സ്നാക്ക് കിട്ടി. ഇതിനേക്കാൾ കൂടുതൽ വേണമെങ്കിൽ മുട്ട വീണ്ടും കൂട്ടാട്ടോ. ഇനി ഓരോ കോഴിമുട്ടയും നമുക്കിങ്ങനെ ഈക്വൽ പാർട്സ് ആയിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. ആദ്യം ഹാഫാക്കി കൊടുക്കുക. അതിനുശേഷം ഈ ഹാഫിനെ വീണ്ടും 2 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കാം. ഇതെങ്ങനെ വേണമെങ്കിൽ കട്ട് ചെയ്യാം കേട്ടോ. നമുക്ക് 4 പീസ് വരണം എന്നേ ഉള്ളൂ. 2 അതേപോലെ 4 പീസായിട്ട് കട്ട് ചെയ്തെടുത്താൽ നമുക്കിവിടെ 8 പീസ് മുട്ട കിട്ടും. അപ്പോൾ എഗ്ഗ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് പാർട്ടിലേക്ക് പോകാം. ഇനി ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻറ്റ് സവാളയും പച്ചമുളകുമാണ്. ഞാനിവിടെ 2 മീഡിയം സൈസ് സവാളയാട്ടോ എടുത്തിട്ടുള്ളത്. അധികം ചെറുതായി എരിയേണ്ട ആവശ്യമില്ല. കൂടെ ചെറുതായി എരിഞ്ഞ പച്ചമുളകും മല്ലിയിലയാണ് വേണ്ടത്. ഇനി ഒരു പാത്രത്തിലേക്ക് സവാള, പച്ചമുളകും മല്ലിയിലയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൽ ചേർക്കേണ്ടത് പൊടികളാണ്. ആദ്യം തന്നെ ഞാൻ കടലപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊരു 3 ടേബിൾ സ്പൂൺ അളവിലാണ് ആദ്യം ചേർത്ത് കൊടുത്തത്. ശേഷം 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഒരു 1/4 ടേബിൾ സ്പൂണോളം മതിയാവും. കുറച്ച് കളറ് കിട്ടാൻ 1/4 ടേബിൾ സ്പൂണോളം മുളക് പൊടി ചേർത്തിട്ടുണ്ട്. ഇനി ഇതൊക്കെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ബാറ്ററി ഇപ്പോൾ ഡ്രൈ ആയിട്ടുള്ളത്. അപ്പോൾ ആവശ്യത്തിന് വെള്ളം, അധികം ലൂസാവാനൊന്നും പാടില്ല.
നല്ല തിക്കായിട്ട് തന്നെ ഇരിക്കണം, എന്നാൽ മാത്രമേ നമ്മുടെ എഗ്ഗ് ഇതിൽ കോട്ട് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ഏകദേശം ഒരു 1/4 കപ്പ് വെള്ളമേ വേണ്ടി വരുള്ളൂ. ഉപ്പ് എരിവൊക്കെ പാകമാണോ നോക്കുക. അതേപോലെ നമ്മുടെ ബാറ്ററിൽ കടലപ്പൊടി കുറവായിരുന്നു, അപ്പോൾ ഞാൻ വീണ്ടും 1 ടേബിൾ സ്പൂൺ കടലപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ആവശ്യത്തിന് വെള്ളം ഉണ്ടോ നോക്കുക, ഇല്ലെങ്കിൽ ഒഴിച്ചു കൊടുക്കുക. കൈ വെച്ചിട്ട് തന്നെ ഇതേപോലെ നന്നായിട്ട് കുഴച്ചെടുക്കണം. അപ്പോൾ ഇത് എഗ്ഗ് കോട്ട് ചെയ്യാനുള്ള മസാല റെഡി ആയിട്ടുണ്ട്. കൂടെ നമ്മൾ എഗ്ഗും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് പ്രോസസ്സ് വളരെ സിമ്പിളാണ്. ഓരോ എഗ്ഗും ഇതേപോലെ ഈ മസാലയിൽ ഇങ്ങനെ കോട്ട് ചെയ്തെടുക്കുക. കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യണം കേട്ടോ. ഓരോ എഗ്ഗും മസാല വെച്ച് നന്നായിട്ടൊന്ന് പൊതിഞ്ഞെടുക്കാം. ഇതിങ്ങനെ പൊതിഞ്ഞെടുത്ത് വെക്കാൻ പറ്റില്ല. എണ്ണ ചൂടായതിന് ശേഷം ആ സ്പോട്ടിൽ തന്നെ പൊതിഞ്ഞെടുക്കുക, എണ്ണയിലിട്ട് പൊരിച്ചെടുക്കാം. എണ്ണ നല്ല ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഓരോ എഗ്ഗും കോട്ട് ചെയ്തിട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കോട്ട് ചെയ്യുമ്പോൾ എഗ്ഗിനെ കംപ്ലീറ്റ് ആയിട്ട് പൊതിഞ്ഞെടുക്കാൻ മറക്കല്ലേ. ഇനി ഓരോന്നായിട്ട് നമുക്ക് എണ്ണയിൽ ഇട്ട് കൊടുക്കാം. ഇത് കുക്കായി വരാൻ കുറച്ച് ടൈം എടുക്കും. അതുപോലെ തന്നെ ലോ ഫ്ലെയിമിലിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാൻ. ഇതിൻ്റെ 1 സൈഡ് പൊരിഞ്ഞ് വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇതിൻ്റെ ഒരു ഭാഗം പൊരിഞ്ഞ് വന്നതിന് ശേഷം നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. നമ്മൾ ഈ പക്കാവടയൊക്കെ ആക്കൂല, സെയിം ഫോമാറ്റ് തന്നെയാണ്. അകത്ത് നമ്മൾ എക്സ്ട്രാ എഗ്ഗ് വെച്ച് കൊടുക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഓരോ ഭാഗവും നന്നായിട്ട് പൊരിച്ചെടുക്കാം. നന്നായി മുരിഞ്ഞ് വന്നാലേ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. സ്കൂളൊക്കെ ഓപ്പൺ ചെയ്യാറായില്ല. നല്ലൊരു 4 മണി പലഹാരമായിട്ട് കുട്ടികൾക്ക് പെട്ടെന്ന് എളുപ്പത്തിൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. ഇതിൻ്റെ ഓരോ ഭാഗവും തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് പൊരിച്ചെടുത്തതിന് ശേഷം നമുക്കിത് കോരി മാറ്റാം കേട്ടോ. ഓയിലിട്ട് പൊരിച്ചത് കൊണ്ട് തന്നെ ഞാൻ ഫസ്റ്റ് ബട്ടർ പേപ്പറിലേക്കാണ് മാറ്റി കൊടുക്കുന്നത്. അപ്പോൾ അതേ മുട്ടയപ്പോൾ റെഡിയോ. സ്പൈസി ആയിട്ടുള്ള കടികളൊക്കെ ഇഷ്ടമുള്ളവർ ഇതെന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും. അതേപോലെ തന്നെ എഗ്ഗൊക്കെ കഴിക്കാത്ത കുട്ടികളാണെങ്കിൽ ഇങ്ങനെ എഗ്ഗ് സ്റ്റഫ് ചെയ്ത് കൊടുത്താൽ കുട്ടികൾ കഴിച്ചോളും. ഓയിലൊക്കെ അത്യാവശ്യം ഇറങ്ങിയതിന് ശേഷം ഞാൻ ഇത് വേറെ പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ചൂടോട് കഴിക്കുമ്പോൾ കുറച്ചുകൂടി ക്രിസ്പി ആയിരിക്കും. എന്ത് ആഹാര സാധനവും ചൂടോട് കഴിക്കുമ്പോൾ കുറച്ചുകൂടി നല്ല ടേസ്റ്റ് കിട്ടും. അപ്പോൾ ഈ റെസിപ്പി എങ്ങനെയാണ്? വളരെ സിമ്പിളല്ലേ, എളുപ്പമല്ലേ ഉണ്ടാക്കാൻ വേണ്ടി. ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെ വൈഫിനും സുഹൃത്തിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം. ഇന്നത്തെ വീഡിയോയിൽ 2 റെസിപ്പീസാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. നല്ല സോഫ്റ്റ് ഇലയടയും കൂടെ മുട്ടയപ്പവും. ട്രൈ ചെയ്തുള്ള ഫീഡ്ബാക്ക്സ് കമൻസിലൂടെ അറിയിക്കണേ. അതുപോലെ തന്നെ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.